വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തന്റെ ഇന്ത്യയെ, അതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. ഞാനിവിടെ വരുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് പ്രിയങ്കരിയായിട്ടുള്ള ഡോക്ടർ ദീപ അത് വർഗീസ് സാറിൻ്റെ മകളാണ്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയത് ഞാൻ എൻ്റെ കാര്യത്തിൽ ആശ്വസിക്കുമെങ്കിലും ദീപയും കണ്ടപ്പോൾ അത്തരം ഒരു ആശ്വാസം എനിക്ക് തോന്നിയിരുന്നു. അതൊരു ആശ്വാസം മാത്രമല്ല, ലോകത്തെ മാറ്റിമറിച്ചതെല്ലാം ചെറിയ മനുഷ്യരാണെന്ന് പറഞ്ഞാൽ വർഗീസ് സാർ സമ്മതിക്കുമോ എന്നെനിക്കറിയില്ല. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന മനോഹരമായ ഒരു പുസ്തകവും മനസ്സിലേക്ക് വരുന്നു. പക്ഷെ ഡോക്ടർ ദീപ ചെറിയൊരാളല്ല, വലിയ ഒരാളാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിഞ്ഞ ഒരാൾ, മോസ്റ്റ് റിനൗണ്ട്, ഇന്ത്യയുടെ മാർഗതാരകങ്ങൾ എന്ന് വിളിക്കുന്ന യശസ് ഉയർത്തിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, JNUവിൽ ജാമിയ മിലിയയും എല്ലാം അടങ്ങുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങി ഡോക്ടറേറ്റ് നേടി രാജ്യമാകെ ശ്രദ്ധിക്കുന്ന സമര മുന്നേറ്റങ്ങളിൽ ചെന്താരകമായി ജ്വലിച്ച ഒരാൾ. അത്തരം ഒരാൾ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായി വരുന്നു. ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി എന്ന് ഞാൻ മാറ്റുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായി ഡോക്ടർ ദീപ മാറിക്കഴിഞ്ഞു. തീർച്ചയായും നീരിൽ തുടുത്ത നിൻ മുഖം തൊടുമ്പോൾ നിലാവ് ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പുത്തതും. കിരണം എന്ന വാക്ക് അതുപോലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ദീപ എന്ന വാക്ക് ഉള്ളിലുള്ള ഒരാൾ അത് സ്വീകരിക്കുന്ന ഒരാൾ ദീപ്തമായ വിജയം നേടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തന്റെ ഇന്ത്യയെ, അതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തന്റെ ഇന്ത്യയെ, അതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. സമയമായി ഉണർന്നെണീൽക്ക സോദര, അതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. അമ്പലത്തിൽ, പള്ളിയിൽ, ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ് നമ്മൾ. തെരഞ്ഞെടുപ്പിനായി പ്രബുദ്ധമായി നിരന്നു നിൽക്കവേ ഇന്ത്യനാണ്, ഇന്ത്യനാണ്, ഇന്ത്യനാണ് നമ്മൾ. ഇന്ത്യ 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 സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ രണ്ടാം ദിവസത്തിൽ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ പ്രമോദ് നാരായണൻ MLA, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, ഈ സ്ഥാനാർത്ഥി പര്യടനത്തിന് ത്രൂ ഔട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, ഏറ്റവും ആദരണീയരായവർ എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വാർഡ്, ബ്ലോക്ക്, ജില്ലാ തലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണമെന്ന് ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തന്റെ ഇന്ത്യയെ, മതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. സമയമായി ഉണർന്നെണീൽക്ക സോദര, മതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. അമ്പലത്തിൽ, പള്ളിയിൽ, ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ് നമ്മൾ. തെരഞ്ഞെടുപ്പിനായി പ്രബുദ്ധമായി നിരന്നു നിൽക്കവേ ഇന്ത്യനാണ്, ഇന്ത്യനാണ്, ഇന്ത്യനാണ് നമ്മൾ. ഇന്ത്യ 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 എന്നു കണ്ടമറ്റു പാടണം, മതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. മതാധിപത്യ ഭാരതം വരാതെ നമ്മൾ കാക്കണം. മതാധിപത്യ ഭാരതം വരാതെ നമ്മൾ കാക്കണം. ജനാധിപത്യ ഭാരതം മരിച്ചിടാതെ നോക്കണം. ഇന്ത്യ 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 എന്നു കണ്ടമറ്റു പാടണം, മതേതരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. തച്ചുടയ്ക്കണം വെറുപ്പിനന്ധകാരം, തെക്കുനിന്നുദിക്കണം ചുവന്ന രക്തതാരം. ബ്രാഞ്ചിന് വേണ്ടി ബിന്ദു, CPIക്ക് വേണ്ടി ചെല്ലപ്പൻ കമ്പനിമല, DYFIക്ക് വേണ്ടി വിപിൻ, NRGക്ക് വേണ്ടി മോളി രാജു, പ്രത്യാശ നഗർ റെസിഡൻസ് അസോസിയേഷന് വേണ്ടി ആവശ്യമാണ്.
ഈ പദ്ധതികളെല്ലാം ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് പഞ്ചായത്ത് തലത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരേണ്ടത് അനിവാര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക്, വാർഡ്, ജില്ലാ തലങ്ങളിൽ ഏറ്റവും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുന്നു.